മഴ പെയ്തൊഴിയാത്ത ഒരു വൈകുന്നേരമാണ് ബിയാനി അച്ഛൻ്റെ ആർസിലെ ചെറുപള്ളിയിൽ ഞാൻ എത്തി നിൽക്കുക. പുറത്തിങ്ങനെ മഴ പെയ്ത്ത് അത്രയ്ക്കങ്ങ് ചെറുതായതുകൊണ്ട് ഇത്രയ്ക്കങ്ങ് വലുതായ ഒരു ചെറിയ വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾ ധ്യാനിച്ചിരിക്കുമ്പോൾ അകത്തും മഴ പെയ്ത്താണ്. റോമിലെ പള്ളികൾ പോലെയല്ല, ഫ്രാൻസിലെ പല പള്ളികളിലും വലിയ ആൾക്കൂട്ടമൊന്നുമില്ല, ശ്വാസം മുട്ടിപ്പിക്കുന്ന ആൾക്കൂട്ടമില്ല. ആൾക്കൂട്ടമൊന്നുമില്ലാത്തൊരിടത്ത് വലിയൊരാളുടെ വലിയ ഓർമ്മ അകത്തിങ്ങനെ നിറയുമ്പോൾ ആ ഇരിപ്പിന് തന്നെ എന്തൊരു സുഖമാണ്. ജോൺ മരിയ വിയാനിയെക്കുറിച്ച് ധ്യാനിക്കാനേറെ അദ്ദേഹം ആർസിലേക്ക് ചെന്നപ്പോൾ വഴി ചോദിച്ചത് ഒരു ഇടയബാലനോടാണ്. പള്ളിയിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തന്നാൽ നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്നാണ് വിയാനി അച്ഛൻ പ്രോമിസ് ചെയ്തത്. കുഞ്ഞ് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നിഷ്കളങ്കതയോട് പറഞ്ഞു, പള്ളിയിലേക്കുള്ള വഴി പോലും അറിയാത്ത ആൾക്ക് എങ്ങനെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാൻ പറ്റുക? വിയാനി അച്ഛൻ്റെ ധ്യാനമായി ആ ഇടയബാലൻ്റെ വാക്കുകൾ മാറി. ആദ്യം പള്ളിയിലേക്കുള്ള വഴി അറിയണം, യേശുവിലേക്കുള്ള വഴി അറിയണം, യേശുവിൻ്റെ വഴിയായി മാറണം, പിന്നെ യേശു തന്നെയായി രൂപാന്തരപ്പെടണം. ഇത് ഏതൊരച്ഛനുമുള്ള ധ്യാന വിഷയം തന്നെയാണ്. എൻ്റെ വഴി അപ്രത്യക്ഷമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ വഴി പ്രത്യക്ഷപ്പെടുക. ഇത് ഭാരതീയ ചിന്തയാണ്. ഭാരതീയ ചിന്തയിൽ വീണ്ടും പറയുന്നുണ്ട്, വെൻ ഐ ഡിസപ്പിയർ ഗാഡ് അപ്പിയേഴ്സ്. അപ്പോൾ ദൈവത്തിലേക്ക് നീണ്ടുപോകുന്ന നടവഴിയിൽ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഞാനാണ്. ഈ ഞാനില്ലാതാകുമ്പോൾ പിന്നെ ദൈവം മാത്രം നിറഞ്ഞു നിൽക്കും. ഇത് തന്നെ രാവിലെ അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചതും, ദൈവമേ എന്നെ ഇല്ലാതാക്കുക, അപ്പോൾ നീ മാത്രമാവും. സ്വർഗത്തിലെ വഴിയിൽ ഒരൊറ്റ സൈൻ ബോർഡേ ഉള്ളൂ, ചാകുക, മരിക്കുക. മരിച്ചാലേ ഒരാൾക്ക് സ്വർഗത്തിലെത്തിച്ചേരാൻ പറ്റൂ. അത് പുറമേയുള്ള മരണമല്ല, ഈഗോയുടെ മരണമാണ്. അത് ജീവിതത്തിലൂടെ സാധിച്ചെന്ന വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി. അതിട്ട് പൊട്ടറ്റോ സെയിൻ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. സ്വയം മറക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൽ വന്നു ചേർന്നൊരു പേരാണത്, പൊട്ടറ്റോ സെയിൻറ്റ്. അതായത് അദ്ദേഹം കഴിച്ചിരുന്നത് പൊട്ടറ്റോ മാത്രമാണ്, വില കൂടിയ മറ്റു സാധനങ്ങളൊന്നും കഴിക്കാൻ അത് തയ്യാറായില്ല. ശരീരത്തോട് അങ്ങനെ അങ്ങ് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല, മറിച്ച് വിരക്തിയുടെ ഒരു വഴിയിലൂടെയും മനുഷ്യൻ നടന്നതാണ്. ഈഗോ ഇല്ലാതാക്കാൻ വേണ്ടി നിഷ്കളങ്കതയോടെ ഒരാൾ ശരീരത്തിൻ്റെ കാമനകളെ വേണ്ടെന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം മനസ്സ് വളരണം, എത്രമാത്രം ആകാശത്തോളം മനസ്സ് വലുതായി ആകാശത്ത് തൊടണം. ആ തൊടാത്തതാണ് എൻ്റെയൊക്കെ പ്രശ്നം. വിയാനി അച്ഛൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന പോലെയായിരുന്നു അത്രേ. ആ പ്രസംഗം കേൾക്കാൻ വലിയ ചിന്തകർ വന്നു, കർദിനാൾമാർ വന്നു, മെത്രാന്മാർ വന്നു, സകലരും. പള്ളിയിലേക്ക് ആൾക്കൂട്ടമാണ്, ഒഴുക്ക്. കുഗ്രാമത്തിലെ പള്ളി പിന്നെ തീർത്ഥസ്ഥലിയായി മാറി. ആരെ ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെ ഇതുപോലെ പ്രസംഗിക്കാൻ പറ്റുന്നു? അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കർത്താവിനെ മാത്രം പകർന്നു കൊടുക്കുകയാണ്. അറിവെനിക്കില്ലല്ലോ, അതുകൊണ്ട് കർത്താവിൻ്റെ നിറവ് മാത്രം ഞാൻ പകർന്നു കൊടുക്കുകയാണ്. ഈ അറിവ് ചില നേരങ്ങളിലൊരു പ്രശ്നമാണ്. പണ്ട് സെമിനാരിയിൽ ഒരു ജീസസ് യൂത്ത് പ്രവർത്തകൻ സംസാരിക്കാൻ വന്നു. ഘനീഭവിച്ച മഴമേഘങ്ങൾ പോലെ, കരിമേഘങ്ങൾ പോലെ പ്രദേശങ്ങനെ ഇരിക്കുകയാണ്. അത്രയ്ക്ക് അങ്ങോട്ട് സ്വീകാര്യതയൊന്നുമില്ല. ഇവിടെ പ്രസംഗിച്ചു തുടങ്ങിയപ്പോഴോ ഘനീഭവിച്ച മഴമേഘങ്ങളിൽ നിന്നും മഴപ്പെയ്ത്താണ് തന്നെ. എല്ലാവരും പുതിയ സ്നാനമേറ്റവരെ പോലെ ഇരിക്കുകയാണ്. അത്രയ്ക്ക് ഇൻസ്പയറിങ്, അത്രയും മോട്ടിവേറ്റിംഗ്, അത്രയ്ക്ക് അങ്ങ് ജീസസിനെ പകർന്നു നൽകുന്ന ഒരു പ്രസംഗം. പ്രസംഗത്തിനൊടുവിൽ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഹൗ കുഡ് യു ഡു ദാറ്റ്? ഇറ്റ് വാസ് സോ വണ്ടർഫുൾ, മാർവലസ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നു, ബ്രദർ, ഐ വാസ് നോട്ട് പ്രീച്ചിങ് അബൌട്ട് ക്രൈസ്റ്റ്, ഐ വാസ് പ്രീച്ചിങ് ക്രൈസ്റ്റ്. അതാ വ്യത്യാസം. ഞാൻ കർത്താവിനെ കുറിച്ചല്ല പ്രസംഗിച്ചത്, കർത്താവിനെയാണ് പ്രസംഗിച്ചത്. ഈ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാൻ കുറച്ച് അറിവ് കുറിച്ചെടുത്താൽ മതി, അവിടെ നിറവൊന്നും ഉണ്ടാവില്ല. കുറേ ഇൻഫർമേഷൻ കൊടുക്കലല്ല പ്രസംഗം, ട്രാൻസ്ഫോർമേഷൻ കൊടുക്കലാണ് പ്രസംഗം. ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണമെങ്കിൽ ഉള്ളിൽ ദൈവം നിറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ജോൺ മരിയ വിയാനി അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ ട്രാൻസ്ഫോർമേറ്റീവായി ആളുകളെ പള്ളികളാക്കി മാറ്റിയത്. എൻ്റെ പ്രസംഗം കേട്ടിട്ട് പള്ളികളായി ആളുകൾ രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാനൊരു പള്ളിയായി മാറിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇതെൻ്റെ ധ്യാന ചിന്തയാണ്. വിയാനി അച്ഛൻ തൻ്റെ ജീവിതത്തിലൂടെ നൽകുന്ന സന്ദേശങ്ങൾ ധാരാളമാണ്. അദ്ദേഹം 24 hours വൈദികൻ തന്നെയായിരുന്നു. ഫുൾ ടൈം ജേഷി പിന്നീട് എഴുതുന്നുണ്ടല്ലോ,
യു മസ്റ്റ് ബി എ പ്രീസ്റ്റ് ഫോർ 24 hours. 24 മണിക്കൂറും ഒരാൾ അച്ഛനാകണം. അല്ലാതെ ഏതാനും നേരത്തേക്കല്ല അച്ഛൻ. ഇൻ ആൻഡ് ഓഫ് ആൻഡ് ഔട്ട് എന്നൊക്കെ പറയുന്ന അവസ്ഥയല്ല. എപ്പോഴും അയാൾ ഓണായിട്ടിരിക്കണം, അച്ഛനായിട്ട് ഓണായിട്ടിരിക്കണം. ഈ 24 മണിക്കൂർ ജോലിയെടുത്തെന്നൊക്കെ പറയുമ്പോൾ അമ്പരപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. 16 മണിക്കൂറോളം ഈ മനുഷ്യൻ കുമ്പസാരക്കൊണ്ടിരിക്കുമായിരുന്നു. അത്ര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ ഇത്. 16 മുതൽ 18 മണിക്കൂർ വരെ ഒരു ദിവസം. ഇതിനിടയിൽ അദ്ദേഹം ആളുകളെ തേടിയെത്തുന്നു, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നു, ബലിയർപ്പിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. ചില ആളുകൾ പറയും കളിയാക്കിക്കൊണ്ടാണ്, അച്ഛന്മാർക്ക് എന്താ പണി, കുർബാന ചൊല്ലൽ മാത്രമല്ലേ പണി. ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുന്നത് പോലെയാണ്, സർക്കാർ ഉദ്യോഗം നേടാൻ മാത്രമേ പണിയുള്ളൂ, പിന്നെ പണി കിട്ടിക്കഴിഞ്ഞാൽ പണിയൊന്നുമില്ല. ഇതുപോലെയാണ് അച്ഛന്മാരെ കുറിച്ച് ചിലർ പറയുന്നത്, ഒരു പണിയില്ല. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പണിയെടുത്ത് തേഞ്ഞ് തീരുന്ന എത്ര അച്ഛന്മാരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തുരുമ്പെടുത്ത് തീരാം ഒന്നും ചെയ്യാതെ. പക്ഷെ ഓടി നടന്ന് തേഞ്ഞ് തീരുന്നവരുണ്ട്. അങ്ങനെയുള്ള അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നമ്മൾ ഫാദർ ഡാമിനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. 1937 അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമുണ്ട്. അത് വായിച്ച് അമ്പരം പോയി. 16 വർഷമാണ് മൊളോക്കോ ദ്വീപിൽ ഇദ്ദേഹം താമസിച്ചത്. ഈ 16 വർഷത്തിനിടയിൽ ഈ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ എന്നെ അമ്പരപ്പെടുത്തി. അദ്ദേഹം 6 പള്ളികൾ പണിതു, ഏകദേശം ഒറ്റയ്ക്ക് തന്നെ. ആരും വിശ്വസിക്കില്ല. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നെറ്റിലൂടെ ഒന്ന് പണിത് നോക്കുക. അദ്ദേഹം റിസർവോയർ പണിതു, അദ്ദേഹം ഒരുപാട് വഴികൾ പണിതൊരുക്കി, അദ്ദേഹം ഒരുപാട് ഓർഫനേജുകൾ, അനാഥ മന്ദിരങ്ങൾ പണിതു. 3-4 അനാഥ മന്ദിരങ്ങൾ, ഒരു ബോയ്സ് ഹോം, ഒരു ഗേൾസ് ഹോം. ഇതിനിടയിൽ 300 വീടുകളെങ്കിലും അദ്ദേഹം പണിതൊരുക്കി. ഇനി ഇദ്ദേഹം ഓരോ ദിവസവും 1200 വരെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചിരുന്നു. ഇനി 2000 ആളുകൾക്ക് വേണ്ടി അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ഒറ്റയ്ക്ക് കുഴിമാടം ഒരുക്കി, 2000 ശവപ്പെട്ടികളുണ്ടാക്കി. ഇത്രയൊക്കെ ചെയ്ത ഈ മനുഷ്യൻ ഏതാനും ക്ലിനിക്കുകളും വലിയൊരു സെൻട്രൽ ഹോസ്പിറ്റലും സ്ഥാപിച്ചു. 16 വർഷത്തിനിടയിൽ ഒരു മനുഷ്യൻ ചെയ്ത കാര്യങ്ങളാണ്. എൻ്റെ ദൈവമേ, എൻ്റെ കംഫർട്ട് സോണിൽ ചതഞ്ഞ് കെട്ടടങ്ങി പരിഭവങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ആയി മാറുന്നതിനെക്കുറിച്ച് ഞാൻ ധ്യാനിക്കണം. കംഫർട്ട് സോൺ വിട്ട്, ഇരുട്ടുമുറി വിട്ട് പുറത്തേക്ക് വരണം. പുലരിവട്ടം എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇതും ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ശരീരം അഴുകിയിട്ടില്ല. അഴുകാത്ത ശരീരത്തിന് മുമ്പിൽ ആഴങ്ങളുള്ള ഓർമ്മകളോടുകൂടി ഞാനിരിക്കുമ്പോൾ ഞാൻ ഓർത്തു, വിശുദ്ധരുടെ അവശേഷിപ്പ് തിരിശേഷിപ്പാണ്, എൻ്റെയൊക്കെ അവശേഷിപ്പ് അവശിഷ്ടമാണ്. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വിശുദ്ധരും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ നടവഴികളൊക്കെ വെട്ടം പരത്തുന്നു, ഞാൻ നടവഴികളിലെല്ലാം വെട്ടം കെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഇരുട്ടിലിരുന്നു കൊണ്ട് വെട്ടത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. എൻ്റെ ദൈവമേ, ജീവിതം ഒരു നീണ്ട പ്രസംഗമാക്കി മാറ്റാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ജീവിതം നീണ്ട കുർബാനയാക്കി, ഹൃദയം അൾത്തേരയാക്കി മാറ്റി നല്ല പുരോഹിതനായി ജീവിക്കാൻ, മരിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന അല്ലാതെ ഈ ദിനത്തിൽ മറ്റെന്ത് പ്രാർത്ഥനയാണ് എനിക്ക് നടത്താനുള്ളത്? അങ്ങനെ ഒരു ആശംസയല്ലാതെ മറ്റെന്ത് ആശംസയാണ് എൻ്റെ സഹോദര വൈദികർക്ക് നൽകാനുള്ളത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ മാമോദിസ നിങ്ങൾക്ക് നൽകി കർത്താവിനെ നിങ്ങൾക്കായി സ്വന്തമായി നൽകിയ അച്ഛനെ ഒന്ന് ഓർക്കുക. ആദ്യമായിട്ട് നിങ്ങൾ ഏതച്ഛൻ്റെ അടുത്താണ് കുമ്പസാരിച്ചത്? ഓർത്തു നോക്കുക. ഏതച്ഛനാണ് ഈശോയെ നിങ്ങൾക്ക് ആദ്യമായി നൽകിയത്? ഓർത്തു നോക്കുക. നിങ്ങളുടെ വിവാഹം ആശീർവദിച്ച ആളാരാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴി നടത്തിയ അച്ഛനാരാണ്? ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അന്ത്യവിനാഴികയിൽ നിങ്ങൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നൂൽപ്പാലത്തിൽ എത്തി നിൽക്കുമ്പോൾ പാഥേയമായി എത്തുന്നതും ഒരു പുരോഹിതനായിരിക്കും. ജനിച്ചപ്പോഴും മരിക്കുന്നേരവും കൂട്ടായി ഒരു നല്ല പുരോഹിതൻ ഉണ്ട്. പുരോഹിതർക്ക് നന്ദി പറയണം. അത്തരത്തിൽ അവരുടെ വഴികളിൽ ഇരുട്ട് വന്ന് നിറയാതിരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയുടെ വെട്ടം കൂടി സമ്മാനിക്കണം. അങ്ങനെ സാധിക്കട്ടെ. നല്ല യാത്ര നേരുന്നു.